നിസ്കരിക്കുമ്പോ അതൊരു കൊച്ചായി തോന്നുന്നുണ്ടെങ്കിൽ, ജമാഅത്തിന് പോകുമ്പോ അതൊരു കൊച്ചായി തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു പ്രശ്നല്ലേ? തൊപ്പി വെക്കുമ്പോ അതൊരു പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ എന്താ ഈ തൊപ്പി? അപ്പൊ നമ്മളെ ഹബീബുമായുള്ള ബന്ധത്തിന്റെ ഒരു കുറവല്ലേ? ടൂർ പോകുമ്പോ തൊപ്പിട്ട് എന്താ കുഴപ്പം? മൂന്നാറ് പോയിട്ട് ജമാഅത്തായി നിസ്കരിച്ച എന്താ കുഴപ്പം? അങ്ങനെയൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാ? അതൊക്കെ നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള നിഫാക്കത്തരം കൊണ്ടല്ലേ. ഇതൊക്കെ പറ്റും. ഇനി തൊപ്പി ഇട്ടില്ല വെച്ചിട്ട് ഇസ്ലാമിന് പുറത്തു പോകുന്നില്ലല്ലോ അല്ലേ? ഒരു പന്ത് വെച്ചിട്ട് ആൾക്ക് അള്ളാന്റെ ഔലിയാക്കുമ്പോ വലിയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു മീൻ കച്ചവടക്കാരന് അള്ളാന്റെ ഔലിയാക്കളുടെ അങ്ങനെ ചൂട്ടാട്ടി മുഹമ്മദ് അള്ളാന്റെ വലിയ മുറബിയ ഷെയ്ഖായിട്ടില്ലേ? അപ്പൊ അങ്ങനത്തെ തെറ്റായ ധാരണകൾ ഒഴിവാക്കണം. എല്ലാവർക്കും പറ്റും. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് നിർബന്ധമായി ഇത് മനക്കെട്ടാൽ, പെണ്ണിട്ടിനു മുമ്പ് തന്നെ നമ്മൾ അള്ളാന്റെ മഹാന്മാരായി മാറിയാൽ, അള്ളാന്റെ ഔലിയാനെ വെറ്റില മുറുക്കി തുപ്പലും ആകാശത്തൊക്കെ ഇങ്ങനെ നോക്കുന്ന ഒരാളും എന്തെയും പറയുമ്പോ നാളത്തെ കാര്യം എന്ന് പറഞ്ഞ ആൾക്കാരൊന്നുമില്ല. ശുദ്ധമായ ഹൃദയത്തിന്റെ പേരാണ് വലിയ എന്നുള്ളത്. അതിന് എല്ലാവർക്കും വേണ്ടേ? എല്ലാവർക്കും. അപ്പൊ നമുക്ക് നമ്മളെ വാപ്പാനും മാനും ബഹുമാനിക്കാനും സ്നേഹിക്കാൻ പറ്റും, മക്കളെ സ്നേഹിക്കാൻ പറ്റും, ഭാര്യമാരെ സ്നേഹിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഭാര്യന്റെ ഉമ്മാനെ, ഭാര്യന്റെ വാപ്പാനെ ഇന്റെ എമ്മിപ്പിയാണ് ബോധ്യം മനസ്സിലാക്കാൻ പറ്റും. ഇത് ഭാര്യക്ക് കിട്ടിയ ഭർത്താവിന്റെ വാപ്പാനും ഉമ്മാനി ഇന്റെ എമ്മിപ്പിയാണെന്ന് ബോധം ഓൾക്കും വരും. പിന്നെ കുടുംബം സന്തോഷമായില്ലേ? അപ്പൊ അയൽവാസിക്ക് സന്തോഷമായില്ലേ? അപ്പൊ നാട് സന്തോഷമായില്ലേ? അങ്ങനെ നാടുകളുടെ സന്തോഷം എന്നല്ലേ രാജ്യത്തിന്റെ സന്തോഷം. പിള്ളോട് തൃപ്തിപ്പെടാൻ പറ്റുന്ന മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാല്. അപ്പൊ തെറ്റായ ധാരണകൾക്ക് ആരും പോകണ്ട. എല്ലാവർക്കും പറ്റും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.